നിങ്ങളുടെ മുമ്പിൽ വചനവുമായിട്ട് നിൽക്കാൻ തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഞാനും ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ പ്രസംഗം അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് രീതിയിൽ നിൽക്കുന്ന ഒരാളല്ല. അത് ഞാൻ സജീവങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ചർച്ചും യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നു എന്ന് നേരത്തെ കേട്ടതുപോലെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ ഇതൊക്കെ പറയാൻ യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മുടിയൊക്കെ പ്രോപ്പറായിട്ട് വെക്കണമല്ലോ എന്ന് വെച്ചാൽ അകത്ത് പോയി കണ്ണാടി നോക്കിയപ്പോൾ ഒരു നരച്ച മുടി കണ്ടു. അത് കണ്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി. പറയാനുള്ള അതെ, സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ ഫസ്റ്റ് സൈൻ നരച്ച മുടി എന്ന് സജീവങ്ങൾ പറഞ്ഞത് കേട്ടു. അപ്പോൾ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ലൂക്കോസ് 15 ആ അധ്യായത്തിൽ നിന്നുള്ള കർത്താവിൻ്റെ ഉപമകളെ പറ്റിയൊക്കെയാണ്. അപ്പം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഉപമകളാണ്. നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയുണ്ട്, നഷ്ടപ്പെട്ട ദ്രഹ്മയുടെ ഉപമയുണ്ട്, പിന്നെ നഷ്ടപ്പെട്ട മകൻ്റെ ഉപമ. 3 ഉപമകൾ അടങ്ങിയ ഒരു അധ്യായമാണ് ലൂക്കോസ് 15. അപ്പം അതിൻ്റെ വാക്യം വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം സ്വർഗത്തിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മുഖം തിരിക്കാം. സ്വർഗീയപിതാവാം ദൈവമേ കർത്താവേ, ഞങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് കർത്താവ് ചിന്തകൾ പങ്കുവെക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. അതിൽ നിന്ന് വിവേചിച്ചു കൊടുക്കുവാൻ, കൃത്യമായ കാര്യങ്ങൾ പറയുവാൻ അടിയനെ സഹായിക്കണം കർത്താവേ. കൃത്യമായിട്ട് കേൾക്കുവാനോ ഹൃദയത്തിൽ കർത്താവ് പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണേ കർത്താവേ. എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇതിൻ്റെ ആദ്യത്തെ വാക്യം തുടങ്ങുന്നത് ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾക്കുവാൻ അവൻ്റെ അടുക്കൽ വന്നു എന്നാണ്. ഓൾ ദ ടാക്സ് കളക്ടർ ആൻഡ് സിന്നേഴ്സ് വെയർ. അവിടെ ഒരു ഓൾ എന്നൊരു വാക്കുണ്ട്. ചുങ്കക്കാരെ ഏറ്റവും ആ സൊസൈറ്റി കണ്ടിരുന്നത് ഏറ്റവും മോശം വ്യക്തികളായിട്ടാണ്. ആ ചുങ്കക്കാർ കർത്താവിൻ്റെ അടുക്കൽ വന്നിരുന്നു, പാപികൾ കർത്താവിൻ്റെ അടുക്കൽ വന്നിരുന്നു. എല്ലാം, അവിടെ ഒരു എല്ലാം എന്നൊരു വാക്യമുണ്ട്. എല്ലാവർക്കും കർത്താവിൻ്റെ അടുത്ത് ആക്സസ് ഉണ്ടെന്നുള്ളത്. എല്ലാവരും എൻ്റെ അടുക്കൽ വരുമെന്ന് കർത്താവ് പറയുന്നുണ്ടല്ലേ. ഞാൻ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്ന അതേ കർത്താവിൻ്റെ അടുത്ത് സകല മനുഷ്യർക്കും ആക്സസ് ഉണ്ട്. കർത്താവിൻ്റെ അടുത്ത് ആർക്കും വരാം എന്നുള്ളതാണ് ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണാൻ പറ്റുന്നത്. യോഹന്നാൻ 3:16 എല്ലാവർക്കും വേണ്ടി ഗോഡ് സോ ലവ് ദ വേൾഡ്. ആ വേൾഡിൽ എല്ലാവരും ഉണ്ടല്ലേ. തൻ്റെ ഏകജാതന പുത്രനെ കൊടുക്കുവാൻ ദൈവം തുനിഞ്ഞത് ആ ലോകത്തിന് വേണ്ടിയാണ്. എല്ലാവരും അടങ്ങിയ ലോകത്തിന് വേണ്ടിയാണെന്നുള്ളത്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടായി ഇവിടെ. പ്രശ്നമെന്ന് പറയുന്നത് മറ്റാർക്കുമല്ല, ഈ പാപികൾക്കല്ല, കർത്താവിനും അല്ല, ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും. അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. 1-ാം വാക്യത്തിൽ കർത്താവിൻ്റെ അടുത്ത് ചിലർ വരുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇവരൊട്ട് വരത്തുമില്ല. ഇവർ വരുന്നതാണെങ്കിൽ പിറുപിറുക്കാൻ വേണ്ടിയാണ്. പാപികൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നത് ഇഷ്ടപ്പെടാതെ പിറുപിറുക്കുന്ന പരീശന്മാർ. ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് മാതൃകകളല്ലേ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ളൊരു മാതൃകകൾ ഈ 2 വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത്, ഒന്ന്, ഒരു വിശ്വാസി പ്രവർത്തനം ചെയ്യുമ്പോൾ പാപികളുമായിട്ട് ഇടപെട്ട് അവരെ കർത്താവിലേക്ക് നയിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പിറുപിറുപ്പ് ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്ക് പഠിക്കുവാൻ സാധിക്കും. 2ാമത്തെ കാര്യം, നാം തന്നെ അങ്ങനെ ചെയ്യേണ്ടവരാണ്. സക്കായിനെ കർത്താവിലേക്ക് അടുപ്പിച്ച ആ കാട്ടത്തിയെ പോലെ പാപികളെ കർത്താവിൻ്റെ അടുത്തോട്ട് അടുപ്പിക്കുന്ന വ്യക്തിത്വങ്ങളാക്കി അല്ലെങ്കിൽ വ്യക്തികളായിട്ടാണ് നാം തീരേണ്ടതെന്ന് നമുക്കിതിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കും. 1-ാമത്തെ കാര്യം, പിറുപിറുക്കുന്നവരാകരുത്. 2ാമത്തെ കാര്യം, പാപികളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നവരാക്കി തീർക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ ഇവരെന്തൊരു ഹിപ്പോക്രൈറ്റ്സ് അല്ലേ, എന്തൊരു കാപട്യം നിറഞ്ഞവരാണ് ഈ പരീശന്മാരല്ലേ. ഇവർ പറയുന്ന കർത്താവ് പാപികളെ കൈക്കൊണ്ടു എന്നുള്ളതാണ്. ഇവർ ടീമായിട്ട് വരുന്ന ആരുമായിട്ടാ? പരീശന്മാർ. ഈ ചുങ്കക്കാരെയും പാപികളെക്കാളത്തെയും ഏറ്റവും വലിയ പാപികളാ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൈക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്ന് പിറുപിറുക്കുകയാണ്. അപ്പം അവർ സെൽഫ് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, തങ്ങളെ തന്നെ തെറ്റുകാരാക്കുന്ന കുറച്ച് ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ കാപട്യം. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കൊളീഗ്സ് ഉണ്ട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടല്ലേ. അപ്പം അവരുടെ ആ ഒരു ബന്ധത്തിലും നമ്മുടെ എയിം എന്ന് പറയുന്നത് അവരുടെ ഫെയ്ത്ത് ആയിരിക്കണം, അവരുടെ രക്ഷയായിരിക്കണം. അപ്പം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ കോളേജിലും സ്കൂളിലും പഠിച്ചിരുന്നപ്പോൾ എൻ്റെ അപ്പയും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ കാര്യങ്ങൾ. സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടാവണം, പക്ഷേ നമ്മുടെ അറ്റ്മോസ്റ്റ് എയിം എന്ന് പറയുന്നത് അവരോടുകൂടെ സമയം ചെലവഴിച്ച് അതിൽ നിന്ന് രസം കണ്ടെത്തി ആ ഒരു ടൈം പാസ് എന്നുള്ള ആ ഒരു കാര്യമല്ല അതിൻ്റെ അറ്റ്മോസ്റ്റ് എയിം.
എനിക്കൊരു 15 സുഹൃത്തുക്കളുണ്ട്, പക്ഷെ അവരുടെ രക്ഷയെപ്പറ്റി, അവരുടെ മരണശേഷമുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് ഒരു ചിന്തയും ഇല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്തുക്കളാണോ എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ പറ്റി, അവരുടെ നിത്യജീവനെ പറ്റി നമുക്ക് ഒരു 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 വിഷൻ ഇല്ലെങ്കിൽ, അതിനെപ്പറ്റി എനിക്കൊരു ചിന്തയില്ലെങ്കിൽ അവർ ശരിക്കും നമ്മുടെ സുഹൃത്തുക്കളാണോ? അല്ലെങ്കിൽ കൂടുതൽ യോജിക്കുന്ന വാക്കുകൾ സുഹൃത്തുക്കൾ എന്ന് പറയുന്നതിന് പകരം ശത്രുക്കൾ എന്ന വാക്കായിരിക്കും അല്ലേ? അവൻ മരിച്ചതിന് ശേഷം നരകത്തിലാണ് പോകുന്നതെങ്കിൽ അത് എന്നെ ബാധിക്കുന്നില്ലെങ്കിൽ അത് കൂടുതൽ സുഹൃത്തെന്ന പേരിന് പകരം, മിത്രം എന്നതിന് പകരം ശത്രു എന്ന പേരാണ് ഏറ്റവും ജോയിൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ചില കൊളീഗ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ, ചില സുഹൃത്തുക്കളെയൊക്കെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഒരു പക്ഷേ ദൈവം നമ്മളെ യൂസ് ചെയ്യട്ടെ. അത് ഏറ്റവും കുറഞ്ഞത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പറ്റുമല്ലേ? അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏറ്റവും കുറഞ്ഞത് നമുക്ക് സാധിക്കും. അത് ഏത് വ്യക്തിക്കും പറ്റുന്ന കാര്യമാണല്ലേ? അപ്പം ഈ പിറുവിറുക്കുന്നവരോട് കർത്താവ് പറഞ്ഞു തുടങ്ങുന്ന 3-ാം വാക്യത്തിൽ അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. കർത്താവ് ഇവിടെ ഉപമകൾ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പം ഈ വിഷയം സംസാരിക്കണമെന്ന് വിചാരിച്ചപ്പോൾ പുതിയ നിയമത്തിലെ ഉപമകളെല്ലാം മിക്കവാറും എല്ലാ ഉപമകളും ഒന്ന് വായിച്ചു നോക്കുവാനിടയായി. അങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ കർത്താവിൻ്റെ ഉപമകളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. പലതരം ഉപമകൾ, ടൈപ്സ് ഓഫ് ഉപമകൾ എന്ന രീതിയിലൊക്കെ കാണാൻ പറ്റി. അതിനെപ്പറ്റി അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഈ ഉപമകളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഉപമകൾ ആരെ പറ്റിയാണ് പറയുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറ്റി, ഒരു വലിയ കൂട്ടത്തെ പറ്റി ആണ് കർത്താവ് അഡ്രസ്സ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു ഉപമ വായിക്കുമ്പോൾ, ഈ ഉപമ കേൾക്കുമ്പോൾ എനിക്ക് ആർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും, എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇവിടെ പറയുന്നത്, അതല്ലെങ്കിൽ ഞാനുമായിട്ട് എന്തോ ബന്ധമുണ്ടല്ലോ എന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന അനേക ഉപമകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പറ്റുന്ന രീതിയിൽ. NRIസിനെ പറ്റി, വീട് വിട്ടു പോകുന്ന ആളുകളെ പറ്റി, വീടിൻ്റെ ഉത്തരവാദിത്തം പലരെ ഏൽപ്പിക്കുന്നവരെ പറ്റി പറയുന്നുണ്ട്. ദാസന്മാരെ പറ്റി പറയുന്നുണ്ട്. അത് നല്ല ദാസന്മാരെ പറ്റിയും പറയുന്നുണ്ട്, മോശം ദാസന്മാരെ പറ്റി പറയുന്നുണ്ട്. വാതിൽ കാവൽക്കാരെയൊക്കെ പറ്റി, ഒരു സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി ആ ഉപമ കേൾക്കുകയാണെങ്കിൽ എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ കർത്താവ് പറയുന്നതെന്ന രീതിയിൽ ഒരു പക്ഷേ അവന് ചിന്തിക്കാൻ പറ്റിയേക്കാം. യജമാനന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിർത്തിയിലുള്ള പട്ടാളക്കാർ, കാവൽക്കാരെന്ന് പറയുമ്പോൾ അവരെ ഇൻക്ലൂഡ് ചെയ്യാല്ലേ, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉപമകളുണ്ട്. കോൺട്രാക്ടേഴ്സിനെ പറ്റി, വീട് പണിയുന്ന കോൺട്രാക്ടേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉപമകളുണ്ട്. യുദ്ധവിദഗ്ധരെ പറ്റി, അവരെ പറ്റിയുള്ള ഉപമ, സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്ന നയതന്ത്രജ്ഞരെ പറ്റിയുള്ള, ഡിപ്ലോമാറ്റ്സിനെ പറ്റിയൊക്കെ ഉള്ള ഉപമകൾ, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉപമകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വട്ടിപ്പലിശക്കാരെ പറ്റി, കടം കൊടുക്കുന്നവരെ പറ്റിയുള്ള ആ ഒരു ഉപമകൾ നമുക്ക് കാണാൻ പറ്റും. ഫാദർ, അപ്പനെ പറ്റിയുള്ള ഉപമകളുണ്ടല്ലേ. വേറൊരു ഉപമ യങ് ചൈൽഡ്, ഫാദർ വിത്ത് യങ് ചൈൽഡ്, അതായത് ചെറിയ കുഞ്ഞുള്ള അപ്പ. ഇപ്പം ഇന്ന് തന്നെ നമ്മൾ കണ്ട കുഞ്ഞും ഒരു ചെറിയ യങ് ആയിട്ടുള്ള, ഏറ്റവും ഒരു വാവയായിട്ടുള്ള ഒരു അപ്പൻ, അല്ലെങ്കിൽ ടിമ്മളിയൻ, ലിയാമോളെ ഹാൻഡിൽ ചെയ്യുന്ന ടിമ്മളിയൻ, ആ ഒരു അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉപമകളും വചനത്തിലുണ്ടെന്നുള്ളതാണ്. ആ ഉപമയെന്ന് പറയുന്നത് മറ്റേ അപ്പം നിന്ന് കൂട്ടുകാരൻ ചോദിക്കുന്നു, പക്ഷേ പോയി തുറന്നു എടുത്തു കൊടുത്താൽ പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുകയാണ്, അവരെഴുന്നേൽക്കുമല്ലോ. കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിന് വാല്യൂ ചെയ്യുന്ന ആ പിതാവിൻ്റെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉപമകളുണ്ടല്ലേ. സിവിൽ എഞ്ചിനീയേഴ്സിന് പറ്റുന്ന, വീട് പണിയുന്ന ഏത് അടിസ്ഥാനത്തിൽ പണിയണം, പാറയിൽ പണിയണോ മണ്ണിൽ പണിയണോ, അതുപോലെ ആർക്കിടെക്ട്സ്, ഇവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, തോട്ടക്കാർ, സ്ഥലത്തിൻ്റെ യജമാനൻ, കർഷകർ, അഗ്രികൾച്ചർ ഓഫീസർ, ഇവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അനേക കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കുടിയാന്മാർ, സ്പർജനങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കള്ളന്മാർ, അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കള്ളന്മാരെ പറ്റി കർത്താവ് ഉപമയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുരോഹിതനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ലേവ്യരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ശമര്യരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഹോട്ടൽ ഓണേഴ്സിനെ പറ്റി, സത്രക്കാരനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ. അടുക്കളയിൽ ദോശ ഇടുന്ന നമ്മുടെ ആൾക്കാരെ പറ്റിയും പറയുന്നുണ്ടല്ലേ. പുളിച്ച മാവിൻ്റെ ഉപമയുണ്ട്. അപ്പം അനേകം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. കല്യാണം നടത്തുന്നവർ, ക്ഷണിക്കുന്നവർ, ക്ഷണം ലഭിക്കുന്നവർ, കല്യാണത്തിന് പോയി കഴിച്ച ഏതൊരു വ്യക്തിക്കും ആ ഒരു ഉപമ വായിക്കുമ്പം അവിടെ ഒരു റിലേഷൻ, അതുമായിട്ട് ബന്ധം കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ. കല്യാണം കാത്തിരിക്കുന്ന സഹോദരിമാർക്കോ അതും പറ്റും. 5 10 കന്യകമാരുടെ ഉപമയും കർത്താവ് പറയുന്നുണ്ട്. അബിഗയിൽ തലയാട്ടുന്നുണ്ട്, പ്രാർത്ഥിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പം കല്യാണം കാത്തിരിക്കുന്ന സഹോദരിമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഉപമകൾ, അനേക ഉപമകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വസ്ത്രവ്യാപാരികൾ, വൈനുണ്ടാക്കുന്നവർ, ടാലൻ്റ് ഉള്ളവർ,
ജീവിതത്തിൽ ഒരു 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 ടാലൻ്റെങ്കിലും ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉപമകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വിധവമാർക്കുള്ള ഉപമകൾ, ധനികർക്കുള്ള, ഇടയന്മാർക്കുള്ള, ഇങ്ങനെ അനേകം ഉപമകൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ച് എല്ലാ ടൈപ്പും പറയുന്നില്ല, എന്നാൽ ചില രീതി എന്ന് പറയുന്നത്, ഒന്ന്, ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് കർത്താവ് ഉപമ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, ഉപമ പറയുന്നുണ്ട്. കർത്താവിനോട് വന്ന് ചോദ്യം ചോദിക്കുന്നു, അതിന് ഉത്തരമായിട്ട് കർത്താവ് ഉപമയാണ് പറയുന്നത്. രണ്ടാമതൊരു വ്യത്യസ്തമായൊരു കാര്യം എന്ന് പറയുന്നത് കർത്താവ് ചെയ്തത് ഒരു നെഗറ്റീവ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അല്ല, അല്ലെങ്കിൽ നമ്മൾ നെറ്റി ചുളിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജോലി. ഒരു പക്ഷേ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ദൈവത്തെ പറ്റി പറയുന്ന ഒരു ഉപമ. അത് ലൂക്കോസ് 12:39-40 നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുകയാണെങ്കിൽ മൈക്കിൽ. ലൂക്കോസ് 12:30-39-40. കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കുകയില്ല എന്നറിയുവിൻ. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ. ഇവിടെ കള്ളൻ കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടാ? മനുഷ്യപുത്രനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ? കള്ളൻ്റെ ജീവിതത്തിൽ, തൻ്റെ ജോലിയിൽ കള്ളൻ എങ്ങനെ വരുന്നു? കള്ളൻ ഒരിക്കലും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടത്തില്ലേ, ഞാൻ ഇന്ന് തിരുമല ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാവരും നേരത്തെ കഞ്ഞി പിടിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങണം, എല്ലാവരും എന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, എന്നെ ഫോളോ ചെയ്യണം, പോലീസുകാർ ഒഴിച്ച് എല്ലാവരും എന്നെ ഫോളോ ചെയ്യണമെന്ന് അങ്ങനെയൊന്നും കള്ളൻ പറയത്തില്ല. കള്ളൻ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷേ ആ കള്ളൻ്റെ ആ ഒരു കാര്യത്തിൽ നിന്ന് കർത്താവിൻ്റെ രണ്ടാം വരവ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് എങ്ങനെയായിരിക്കുമെന്നുള്ളൊരു കാര്യം കർത്താവ് തന്നെ പറയുക അല്ലേ. കള്ളൻ, നമ്മളാരെങ്കിലും പറയുമോ വീരപ്പൻ്റെ ആത്മാർത്ഥത പോലെ എനിക്കും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആത്മാർത്ഥതയാണ് നമ്മൾ പറയാറില്ലല്ലേ. ആ ഒരു നെഗറ്റീവ്. പക്ഷെ കർത്താവിൻ്റെ ഉപമയെന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഉള്ള ഒരു കാര്യം എടുത്തിട്ട് അത് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ രണ്ടാം വരവിനെ പറ്റി പറയുന്ന കർത്താവ്. അപ്പോൾ ഏതൊരു കള്ളൻ വായിച്ചാലും പോലീസ് വായിച്ചാലും ഇതിൽ നിന്ന് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണല്ലോ കർത്താവ് പറയുന്നത്. അപ്പം ഈ ഒരു തരം ഉപമയുണ്ട്. കർത്താവ് പറഞ്ഞ ഉപമകളിൽ നെഗറ്റീവായ കാര്യത്തിൽ നിന്ന് തൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ഒരു യാഥാർത്ഥ്യം കർത്താവ് പറഞ്ഞ ഒരു ഉപമ. ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടെയാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ പരസ്യങ്ങൾ ഒരു രസം ഉണ്ടാവത്തില്ല കാണാൻ. ആ പരസ്യം കണ്ട അപ്പം തന്നെ നമ്മൾ ഒരു കേട്ട് മടുത്ത പരസ്യങ്ങൾ, ആദ്യം കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെടാത്ത പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ആ പരസ്യത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അത് നമ്മുടെ തലയിൽ കിടന്ന് ഓടും. ഒരു പരസ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും, ആ പരസ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഈ കമ്പനിയുടെയാണ്. ആ പരസ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ വരും, ഈ കമ്പനിയുടെ പരസ്യം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. ഭാവിയിൽ നമ്മൾ കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പം ഈ കമ്പനിയുടെ പരസ്യം കാണുമ്പം നമ്മൾ ഇഷ്ടപ്പെടാത്ത പരസ്യമായിരിക്കത്തില്ല ഓർക്കുന്നത്, ഈ ബ്രാൻഡ് എനിക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കർത്താവ് ഉപയോഗിച്ച കാര്യം എക്സാക്ട്ലി ആയിട്ട് പറഞ്ഞതല്ല, പക്ഷേ ഇന്നത്തെ ലോകത്തിലെ അഡ്വർടൈസ്മെൻറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നവർ പോലും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. നെഗറ്റീവായിട്ടുള്ള പരസ്യം ചെയ്തിട്ട് ആളുകളെ ഒരു രീതിയിൽ പറഞ്ഞാൽ വെറുപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യം ചെയ്താൽ പോലും അവരുടെ പ്രോഡക്ട്സ് വിറ്റുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കർത്താവ് ഇത് 2000 വർഷം മുമ്പ് തൻ്റെ രണ്ടാം വരവിനെ പറ്റി ഒരു നെഗറ്റീവായ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു എലമെൻ്റ് എടുത്തിട്ട് കർത്താവ് പറയുന്ന ഒരു ഉപമ. അതൊരു ടൈപ്പ് ഓഫ് ഉപമയാണ്. മൂന്നാമതൊരു ഉപമ എന്ന് പറയുന്നത്, ഉപമ ഇങ്ങനെ പറയും, തൊട്ടടുത്ത് തന്നെ യാഥാർത്ഥ്യത്തെ പറ്റി പറയും, റിയാലിറ്റി. ഉപമകൾ ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലോട്ട് ജമ്പ് ചെയ്യും. ചില അവസരങ്ങളിൽ ജമ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കത്തില്ല, പക്ഷേ ഉടനെ ഉപമയോട് ചേർത്ത് യാഥാർത്ഥ്യത്തെ പറ്റിയും കർത്താവ് പറയും. അതിൻ്റെ ഉദാഹരണം നമുക്ക് വായിക്കാം. മത്തായി 13:24. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്തു നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. സ്വർഗരാജ്യത്തെ പറ്റി അത് സദൃശം പറയുന്നത്, ഉപമയായിട്ട് പറയുന്നത്, നല്ല നിലത്ത് വിത്ത് വിതച്ചതിനോട് സദൃശമാക്കുന്നു. ഒരു കൃഷി നടത്തുന്നതിനെ പറ്റി സ്വർഗരാജ്യത്തോട് സദൃശപ്പെടുന്നു. 31-ാം വാക്യം 13-ന്റെ. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം, അതൊരു മനുഷ്യൻ എടുത്ത് തൻ്റെ വയലിൽ ഇട്ടു. അതിൻ്റെ 33-ാം വാക്യം. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം, അത് ഒരു സ്ത്രീ എടുത്തു 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. സ്വർഗരാജ്യം എന്ന റിയാലിറ്റി, യാഥാർത്ഥ്യത്തെ പറ്റി പറയുവാൻ ഉപമയായിട്ട് ഉപയോഗിക്കുന്നത് 31-ൽ പറയുന്നത് കടുകുമണിയോളം സദൃശം എന്ന് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിൽ ഇട്ടു എന്നൊക്കെയല്ലേ പറയുന്നത്. അതിൻ്റെ 33-ൽ പറയുന്നത്, ആ ഉപമയെന്ന് പറയുന്നത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. പുളിച്ച മാവിനോട് സദൃശം എന്ന് സ്വർഗരാജ്യം എന്ന യാഥാർത്ഥ്യത്തെ പറ്റി ഒരു ഉപമയായിട്ട് ഇവിടെ പറയുകയാണല്ലേ. അതിൻ്റെ 44-ാം വാക്യം.
സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ടു, തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം എന്നാ പറയുന്നത്. അവിടെയും ഒരു ഉപമയായിട്ട് പറയുമല്ലേ, റിയാലിറ്റി, യാഥാർത്ഥ്യം, അത് ഒരു ഉപമയായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഇതിപ്പോൾ ആരോടാ പറയുന്നത്? ഇത് കേൾക്കുന്ന ആരൊക്കെയാണ് ഉള്ളത്? അവിടെ ശിഷ്യന്മാരുണ്ടല്ലേ. ഈ ഒരു ഉപമ വായിക്കുമ്പോൾ റിലേറ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു ശിഷ്യൻ ആരായിരിക്കും? രണ്ടുപേരെ നമുക്ക് വേണേൽ ഡയറക്റ്റ് ചെയ്യാം. ഏറ്റവും പറ്റിയ അതിൻ്റെ ഒരു കീവേഡ് എന്ന് പറയുന്ന ഒരു വയൽ വാങ്ങി എന്ന് പറയുന്നുണ്ട്, നിധി എന്ന് പറയുന്നുണ്ട്, അവിടെ കുറച്ച് പൈസയൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പറ്റിയ ആൾക്കാരായിരിക്കും യൂദയുടെ കണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞു കാണും അല്ലേ, നിധി എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ്. വേറെ ആരായിരിക്കും പൈസ കുറച്ച് ഹാൻഡിൽ ചെയ്ത് പരിചയമുള്ള? ഫിലിപ്പ് എന്ന് ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. വേറൊരാളുണ്ട്, മത്തായി, ചുങ്കക്കാരനായ മത്തായി. പൈസ വളരെയധികം ഹാൻഡിൽ ചെയ്ത് അവർക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ വേറെ വാക്യമുണ്ടല്ലേ. 45 46 വായിച്ചു നോക്കിയാലോ. സ്വർഗരാജ്യം എന്ന യാഥാർത്ഥ്യത്തോട് റിലേറ്റ് ചെയ്ത് ഉപമ പറയുന്ന 45 46 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. യൂദയ്ക്ക് വീണ്ടും സന്തോഷം. വീണ്ടും മുത്തിനെ പറ്റിയ വിലപിടിപ്പുള്ള, പുള്ളി സിൽവറിലൊക്കെ ഒതുങ്ങുന്ന ആളാ, പക്ഷെ മുത്തെന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ കണ്ണങ്ങ് വികസിക്കുക അല്ലേ. ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഒരു വ്യാപാരിയോട്, സ്വർഗരാജ്യത്തെ മുത്തന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഭാവനെ പറയുന്ന കേട്ടോ, പത്രോസിൻ്റെ ഒരു വിഷമം. ചേട്ടാ, ഇത് മത്തായിക്കും യൂദയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് പറ്റിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നൊരു മനസ്സിലൊരു കാര്യം വന്നെങ്കിൽ അപ്പം തന്നെ കർത്താവ് അതും കൂടെ പറയുന്നുണ്ട്. 47 വാക്യം. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശം. 48 വാക്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു. ഇതുവരെ വായിച്ചപ്പോൾ പത്രോസിന് ഭാവനയുടെ പുറത്ത് പറയും, ഇമാജിനേഷനിൽ പറയുന്ന കേട്ടോ. പത്രോസിന് ഇതെല്ലാം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. തൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞു, കടലിൽ ഇടുന്നതും എല്ലാ വക മീൻ പിടിക്കുന്നതുമായ വലിയ വലയോട് സദൃശം. പത്രോസിന് ഏറ്റവും പരിചയമുള്ള കാര്യമാണ് അല്ലേ. അതെല്ലാം ചെയ്തു കഴിഞ്ഞു. അത് നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് വരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു. കർത്താവ് ഇത്രയും പറഞ്ഞിട്ട് നിർത്തിയപ്പം പത്രോസ് അങ്ങ് ആലോചിച്ച് പോയി. എന്നിട്ട് പിന്നെ നല്ല മീനെടുത്ത് നല്ല ഇതൊക്കെ പിടിപ്പിച്ചിട്ട് മുളകും മല്ലിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്ത്, നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് നല്ല വാസനയൊക്കെ പത്രോസിന് മനസ്സിലെത്തിയിട്ടുണ്ടാവും. പക്ഷെ കർത്താവ് അങ്ങോട്ടൊന്നും അല്ല പോയത്. എൻ്റെ അടുത്ത വാക്യം കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് യാഥാർത്ഥ്യത്തിലോട്ട് പെട്ടെന്ന് വരികയാണ്. ഉപമയിൽ നിന്ന് പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലോട്ട് കർത്താവ് വന്നു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. 50 വാക്യം. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇത് ഏറ്റവും നല്ലതല്ലേ പത്രോസിന് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം. ആക്ച്വലി ഈ ഒരു മെസ്സേജ് പത്രോസിനൂടെയാ അല്ലേ. പത്രോസ് മീൻ പിടിക്കുന്നതിനെ പറ്റി നീ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. നീ ഭാവിയിലാകാൻ പോകുന്നത് മനുഷ്യരെ പിടിക്കുന്ന വ്യക്തിത്വമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ അനേകം മനുഷ്യരുടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകാൻ പോവുകയാണല്ലേ. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയും. ഒരു നരകമുണ്ട്. നിന്നെ സ്വർഗത്തിന്റെ താക്കോൽ ഏൽപ്പിക്കാൻ പോവുകയാണ് പത്രോസെ. കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്ന സ്ഥലത്തോട്ട് ആളുകൾ പോകുമോ, സ്വർഗത്തിലോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ അതിലൊരു ഇമ്പാക്റ്റ് വരുത്തുവാൻ പത്രോസിന് പറ്റും. മനുഷ്യരെ പിടിക്കുവാൻ പത്രോസിന് പറ്റും എന്നുള്ള ആ ഒരു മെസ്സേജ് കർത്താവ് കൊടുക്കുമ്പോൾ പത്രോസിന് എന്തുമാത്രം ചേർന്ന ഒരു ഉപമയല്ലേ. അപ്പോൾ കർത്താവിന് ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. കർത്താവിൻ്റെ ഈ മൂന്നാമത് കണ്ട ഉപമ, ഒന്ന് ഉപമകൾ കണ്ടു, ഒന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് കർത്താവ് ഉപമയായിട്ട് സംസാരിക്കും. 2 ഒരു നെഗറ്റീവ് വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് എടുത്തൊരു കാര്യങ്ങൾ ഉപയോഗിച്ച് കർത്താവ് ഉപമയായിട്ട് സംസാരിക്കും, പോസിറ്റീവായിട്ട് സംസാരിക്കും. 3 ഉപമയുടെ കൂടെ പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന, ഇപ്പം കണ്ടതുപോലെ മീനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന് പെട്ടെന്ന് ദൂതന്മാരും നിത്യജീവനും ന്യായവിധിയും നരകത്തിലേക്കൊക്കെയാണ് കർത്താവ് പെട്ടെന്ന് പോയതല്ലേ. അതുപോലെയുള്ള ഈ ഒരു 3 പറഞ്ഞ രീതിയിലുള്ള ഉപമകളാണ് കർത്താവ് ഈ ലൂക്കോസ് 15 പറയുന്നത്. അപ്പോൾ ലൂക്കോസ് 15 നമുക്ക് തിരിച്ചു വരാം. ലൂക്കോസ് 15 പറയുന്ന ഉപമകൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വായിച്ച ഉപമകൾ പറഞ്ഞ് ഇമാജിനേഷൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉടനെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്ന ഒരു രീതിയാണ് കർത്താവ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഉപമ നമുക്ക് വായിക്കാം. അതിൻ്റെ 4 മുതൽ 6 വരെ. ലൂക്കോസ് 15 4 മുതൽ 6 വരെ. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ.
അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്നു സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിക്കുവിൻ എന്ന് അവരോട് പറയും. ഇവിടെ ഒരു ഇടയനുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് 100 ആടുണ്ട്. ഒരാട് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം അതിനെ പോയി കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു സന്തോഷം വരികയാണ്. ഈ ഉപമ എന്ന് പറയുന്നത് ഇടയനെ പറ്റിയും ആടുകളെ പറ്റിയൊക്കെ അല്ലേ പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ, സ്നേഹിതന്മാരെ, അയൽക്കാരെയൊക്കെ വിളിച്ചങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു ഇടയനെ പറ്റി ഈ ഉപമ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് സഡനായിട്ട് പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു ഷിഫ്റ്റ് ചെയ്യുകയാണ്. ആ വാക്യം 7-ാം വാക്യത്തിലാണ്. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ മാനസാന്തരത്തെ പറ്റി പറയുകയാണല്ലേ, റിപ്പൻറ്റൻസിനെ പറ്റി. സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാവുക എന്ന് പറയുകയാണല്ലേ. എന്തായിരിക്കും മാനസാന്തരം എന്ന് പറയുന്നത്? മാനസാന്തരം എന്ന് പറയുന്നത് 2 രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഒന്ന്, അവിശ്വാസിയുടെ മാനസാന്തരം, രക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നടക്കുന്ന ആ ഒരു പ്രതിഭാസം അല്ലേ, തൻ്റെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുന്ന ഒരു അവിശ്വാസിയുടെ ജീവിതം, അവൻ്റെ മാനസാന്തരം. രണ്ടാമത്തെ കാര്യം, ഒരു വിശ്വാസി നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പാപത്തിൽ അകപ്പെട്ട ആ നിമിഷത്തിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ആ ഒരു മാനസാന്തരം. ഈ 2 രീതി, ഈ 2 മാനസാന്തരവും സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുന്നല്ലേ. നമുക്കൊരു വിഷ്വൽ ഉപമ ചെയ്താലോ? എല്ലാവരും കൈയൊന്ന് ഇങ്ങനെ വെക്കൂ. എല്ലാവരും ഒന്ന് കൈയൊന്ന്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് കൈയൊന്ന് പെട്ടെന്ന് അടിക്കണേ ഇങ്ങനെ. ഓക്കെ, ഒരു വ്യത്യാസം വന്നല്ലേ സാധാരണ ചെയ്തുകൊണ്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ നമ്മളിരിക്കും. നമുക്ക് ഹൃദ്യമായ ആരാധനയുടെ ഒരു സമയമായിരുന്നല്ലേ, നല്ല സമയമായിരുന്നു. ഇപ്പം എനിക്കും പേഴ്സണലായിട്ട് ഞാനിവിടെ വന്നുകൊണ്ട് അപ്പനെ അമ്മേനെ സഹോദരങ്ങളും കണ്ടു. അപ്പം ഞങ്ങൾക്ക് സന്തോഷമാണ്, സജീവങ്ങളിന് സന്തോഷമാണ്, സാമൂഹിന് സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു സമയമായിരുന്നല്ലേ. പക്ഷേ പെട്ടെന്ന് നമ്മൾ കൈയടിച്ചപ്പം ഒരു ചെറിയൊരു വ്യത്യാസം വന്നല്ലേ. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നു, പെട്ടെന്ന് അതൊരു +1 അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ജോയ് എന്നുള്ളൊരു അതൊരു ഉപമ, ഒരു വിഷ്വൽ ഉപമയായിട്ട് ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ചാലേ. അതുപോലെ ഇവിടെ പറയുന്നത്, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധിക സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിശ്വാസിയായ വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. വിശ്വാസി പാപത്തിൽ അകപ്പെട്ട് തിരിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. സ്വർഗത്തിൽ ഓൾറെഡി സന്തോഷം ഉണ്ടല്ലേ. സ്വർഗത്തിൽ സന്തോഷത്തിന് വല്ല കുറവുണ്ടോ? സദാകാലത്ത് എപ്പോഴും ആരാധന നടക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രസൻസ് ഉള്ള സ്വർഗത്തിൽ എപ്പോഴും സന്തോഷങ്ങളുണ്ട്, എപ്പോഴും പ്രമോദമുണ്ടല്ലേ. ആ സന്തോഷത്തിൽ ഈ ഭൂമിയിൽ നടക്കുന്ന ഒരു ഈവന്റ് നടക്കുമ്പോൾ, ഒരു പാപിയുടെ മാനസാന്തരം നടക്കുമ്പോൾ, ഒരു അവിശ്വാസി രക്ഷിക്കപ്പെടുമ്പോൾ, ഒരു വിശ്വാസി തൻ്റെ പാപജീവിതത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ, ആ ഒരു നിമിഷം അവിടെ ഒരു സന്തോഷമുണ്ടല്ലേ. പെന്തക്കോസ്ത് നാളിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? 3000 പേര് മാനസാന്തരപ്പെട്ട ദിവസം. അന്ന് എന്തായിരിക്കുമല്ലേ സ്വർഗത്തിൻ്റെ അവസ്ഥ? സ്വർഗത്തിൽ ആർപ്പ് കോശമായിരിക്കുമല്ലേ. എന്തൊരു സന്തോഷമായിരുന്നിരിക്കും സ്വർഗത്തിൻ്റെ അവസ്ഥ. പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ സ്വർഗത്തിലെ സന്തോഷത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ. പത്രോസിന്റെ മാനസാന്തരം, അതിലെല്ലാം ഉപരി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലോ. നമ്മളൊക്കെ സ്വർഗത്തെ സന്തോഷിപ്പിച്ച വ്യക്തികളല്ലേ. സ്വർഗത്തിന് സന്തോഷത്തിന്റെ ഒരു +1 ജോയ്. സ്വർഗത്തിൽ സന്തോഷമുണ്ട്, ആ സന്തോഷത്തിൽ നിന്ന് ഒരു അടുത്ത തലത്തിലേക്കുള്ള ഒരു സന്തോഷം കൊടുത്ത ഒരു വ്യക്തിയല്ലേ നമ്മൾ. നമ്മുടെ ജീവിതത്തിലെ മാനസാന്തരം സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുഖാന്തരവും നമ്മുടെ ആളുകളോട് സുവിശേഷം പറയുന്നതിന് ഒരു വലിയൊരു മോട്ടിവേഷൻ അല്ലേ. സ്വർഗത്തെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കുന്ന പ്രവൃത്തി. ഒരു വ്യക്തിയുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നെങ്കിൽ അയ്യോ, നമ്മളത് എന്തുമാത്രം ചെയ്യണമല്ലേ. കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ, ആളുകളോട് സുവിശേഷം പറയുക എന്നുള്ളത് നമ്മൾ എത്ര സീരിയസ് ആയിട്ട് ചെയ്യണമെന്നുള്ളത്. അവിടെ 2ാമത്തെ ഉപമ, ആദ്യത്തെ ഉപമയിൽ കണ്ടു മാനസാന്തരത്തിങ്കൽ സ്വർഗം സന്തോഷിക്കുന്നു. ഇനി 2ാമത്തെ ഉപമയിലോ, അതിൻ്റെ 8ഉം 9ഉം വായിക്കാം. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എന്ന് പറയും. ഇവിടെ ഒരു സ്ത്രീയുണ്ട്, 10 ദ്രഹ്മയുണ്ട് കയ്യിൽ, അതിലൊന്ന് കാണാതെ പോയി. വളരെ എഫേർട്ടോടെ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കുന്ന ഒരു സ്ത്രീ. പക്ഷെ അത് കണ്ടുകിട്ടിയപ്പോൾ സ്നേഹിതന്മാരെ അയൽക്കാരികളൊക്കെ വിളിച്ചിട്ട് കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കുന്നു എന്ന് പറയും.
ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പുള്ളിക്കാരിക്ക് ചിലവ് കൂടി. ഒരു ദ്രഹ്മേ പോയുള്ളൂ. അങ്ങനെ ആൾക്കാരെ വിളിച്ചിട്ട് ചായം വാങ്ങിച്ച് പാലും കൊടുത്ത് സ്നാക്സും കൊടുത്തപ്പോൾ 2.5 ദ്രഹ്മ ചിലവായി. പുള്ളിക്കാരുടെ സന്തോഷമല്ലേ? 1 ദ്രഹ്മ പോയി, പക്ഷേ ആളുകളെ വിളിച്ച് പുള്ളിക്കാരിയുടെ സന്തോഷം, ജീവിതത്തിൽ സന്തോഷം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉപമ പറഞ്ഞു കഴിഞ്ഞു. സഡനായിട്ട് യേശുക്രിസ്തു എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതനുസരിച്ച് ആദ്യത്തെ ഉപമയിൽ കർത്താവ് ഉപമ പറഞ്ഞു കഴിഞ്ഞ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? യാഥാർത്ഥ്യത്തിലേക്ക്. ഇവിടെ രണ്ടാമത്തെ ഉപമ പറഞ്ഞിട്ടും കർത്താവ് യാഥാർത്ഥ്യത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതിൻ്റെ 10-ാം വാക്യം, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ കർത്താവായ യേശുക്രിസ്തു, സ്വർഗത്തിന്റെ അധിപനായിരുന്നവൻ ഇറങ്ങി വന്നിട്ട് സ്വർഗത്തിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിങ്കൽ ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. ഒരു കോയിൻസിഡൻസ് ഉണ്ടല്ലേ ഇത്? ഇവിടെ പറയുന്നത് ഏഞ്ചൽസ് സന്തോഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഏഞ്ചലിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആയിട്ട് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് എന്താണ്? മാനസാന്തരപ്പെടുന്ന പാപയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ, ഏഞ്ചൽസിൻ്റെ ഇടയ്ക്ക് വലിയ സന്തോഷം ഉണ്ടാവുകയാണ് അല്ലേ? എന്തായിരിക്കും കാരണം ഏഞ്ചൽസിൻ്റെ മധ്യേ സന്തോഷം ഉണ്ടാകുവാൻ? വെറുതെ ചിന്തിച്ചു നോക്കുമ്പം ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഏഞ്ചൽസ് ഇത്ര സന്തോഷിക്കുന്നത്? ഞാനിങ്ങനെ വെറുതെ ചിന്തിച്ചു നോക്കിയപ്പം അവർ ചിന്തിക്കുന്നതായിരിക്കും, തൻ്റെ കർത്താവിൻ്റെ രക്തം, എന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ രക്തം കാരണം ഒരാൾ കൂടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിയെന്നല്ലേ. നിർജീവമായ ആത്മാവ് ജീവിക്കുന്ന ആ ഒരു അത്ഭുതം ഇവർക്ക് ഭയങ്കര ശക്തിയായി. ദൂതന്മാർക്ക് ഒരു ദിവസം എത്രയോ പേരെയൊക്കെ, അനേകം ആൾക്കാരെ കൊന്നു പിടിക്കാനൊക്കെ ഇവർക്ക് സാധിക്കും. പക്ഷേ ഒരു ആത്മാവ്, നിർജീവമായ ഡെഡായിട്ടിരിക്കുന്ന ഒരു ആത്മാവ് ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തൊരു അത്ഭുതമല്ലേ അവർക്ക്. ഇതൊക്കെ കണ്ടിട്ടായിരിക്കും അല്ലേ തമ്പിയുടെ ഹൃദയം ട്രാക്ട് ദൂതന്മാർക്ക് കണ്ടിട്ടുണ്ടാവൂലേ. എന്നിട്ട് ദൂതന്മാർ പറയാ, ഇവിടെയാണോ കർത്താവ് വന്നിരിക്കുന്നത്? ദൂതന്മാർ എല്ലായിടത്തും ഉണ്ടല്ലോ, നമ്മുടെ സേവകാത്മാക്കളല്ലേ. ദൂതന്മാർ ചിന്തിക്കുകയായിരിക്കും, ദൈവം ഈ ട്രാക്റ്റിൽ കണ്ട ഈ ഹൃദയത്തിലാണോ കർത്താവ് നീ വന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഇവിടെയാണോ വന്നിരിക്കുന്നത്? ഇനി ആ തമ്പിയുടെ ഹൃദയത്തിൽ ഒരു സ്ഥലവും ബാക്കിയില്ല. പക്ഷെ അതിനെ, ആ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി അവിടേക്ക് വന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാക്കും. ഹൃദയത്തിൽ ഇത്രയും വ്യത്യാസമോ എന്നല്ലേ. ദൂതന്മാരല്ലെങ്കിൽ തന്നെ ഈ സുവിശേഷമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബീയിങ്സ് ആണ്. ഉദാഹരണമായിട്ട് യേശുക്രിസ്തുവിൻ്റെ വരവിനെ പറ്റി മറിയയുടെ അടുത്ത് വരുന്നത് ദൂതന്മാരാണ്, ഗബ്രിയേലാണ്. അതിനുശേഷം ആട്ടിടയന്മാരുടെ അടുത്തും വരുന്നുണ്ടല്ലേ, വലിയ പാട്ടോടെ, സ്വർഗത്തിലെ പാട്ടോടെ. അവിടുത്തെ സന്തോഷമൊക്കെ അങ്ങ് ആട്ടിടയന്മാർക്ക് വരെ വെളിപ്പെടുത്തി കൊടുക്കുക. സ്വർഗത്തിലെ പാട്ട് കേൾപ്പിച്ചുകൊണ്ട് വലിയ മെസ്സേജ്, ഈ സന്തോഷ വാർത്ത ദൂതന്മാർ ആരെ അറിയിക്കുക? ആട്ടിടയന്മാരെ അറിയിക്കുക അല്ലേ. അത് കഴിഞ്ഞ് അനേക അവസരങ്ങളിൽ വീണ്ടും ദൂതന്മാർ വരിക അല്ലേ. യേശുക്രിസ്തു തൻ്റെ മിനിസ്ട്രി, ഇഹലോകത്തിലെ തൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ അവിടെയും ദൂതന്മാർ വന്നിട്ട് കർത്താവിനെ ശുശ്രൂഷിച്ചു. സാത്താൻ യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചതിന് ശേഷം അവിടെ ദൂതന്മാരാ കർത്താവിനെ വന്ന് ശുശ്രൂഷിക്കുന്നതല്ലേ. യേശുക്രിസ്തു ഗെത്സമനയിലായിരുന്നപ്പോഴോ തൻ്റെ വരവിൻ്റെ ഈ 33.5 വർഷത്തിൻ്റെ ഫൈനൽ, ഏറ്റവും അവസാനത്തെ, ഏറ്റവും പ്രാധാന്യമേറിയ ആ ഒരു ക്രൂശിൻ്റെ തൊട്ടു മുമ്പ് ഗെത്സമനയിലും ദൂതന്മാർ വന്ന് കർത്താവിനെ ശക്തിപ്പെടുത്തുന്നുണ്ടല്ലേ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴോ അപ്പോഴും ദൂതന്മാർ വന്നല്ലേ. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞും മറിയയോടും സംസാരിച്ചിട്ടുണ്ട്. അനേക സമയം ദൂതന്മാർ, നിങ്ങൾ തേടുന്ന ആൾ ഇവിടെ ഇല്ല എന്ന് പറയാൻ വേണ്ടി അവിടെയും ദൂതന്മാർ വന്നിട്ടുണ്ടല്ലേ. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം അവിടെയും ദൂതന്മാർ. സുവിശേഷത്തിന്റെ എല്ലാ ലെവൽസിലും ദൂതന്മാരുണ്ടല്ലേ. അതുകൊണ്ട് ആ ദൂതം 1 പത്രോസ് 1:12 അത് വായിക്കുമ്പോൾ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 1 പത്രോസ് 1:12. എന്തുകൊണ്ട് ദൂതന്മാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി ഈ ഗോസ്പൽ എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് ദൂതന്മാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ. ദൈവദൂതന്മാർക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഒരു പാപിയുടെ മാനസാന്തരം എന്ന് പറയുന്നത്. ഇതിലെല്ലാം ഇനി കർത്താവ് രണ്ടാമത് വീണ്ടും വരുമല്ലേ, അപ്പോഴെന്താ നടക്കാൻ പോകുന്നത്? അവിടെയുണ്ട് ദൂതന്മാർ. മത്തായി 24:31 വായിച്ചു നോക്കാം നമുക്ക്. മത്തായി 24:31 കർത്താവിൻ്റെ രണ്ടാം വരവിൽ എന്ത് നടക്കുമെന്നുള്ളത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്.
അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃദ്ധന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. മരണത്തിന് ശേഷമുള്ള കാര്യത്തിലും വിശ്വാസികളുടെ സ്വർഗത്തിലേക്കുള്ള ആ ഒരു പോക്കുമായിട്ട് ബന്ധപ്പെട്ടും ദൂതന്മാർക്ക് ഭയങ്കര റോളുണ്ടല്ലേ. സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് പല സ്റ്റേജിൽ ദൂതന്മാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, റോളുണ്ട്. അത് ദൈവം ഏൽപ്പിച്ച പണിയായിരിക്കും. പക്ഷെ അതല്ലാതെ ദൂതന്മാർ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലേ, ഹൃദയത്തിലെ ട്രാൻസ്ഫോർമേഷൻ ദൂതന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ ഉപമയിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ദൂതന്മാർ ഹൃദയം സന്തോഷിക്കുകയാണ് എപ്പോൾ? ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ. ആദ്യത്തെ ഉപമയിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കും. രണ്ടാമത്തെ ഉപമയിൽ മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകും. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോഴും ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടായി. അതുകൊണ്ട് തന്നെ സുവിശേഷ വേലയ്ക്ക് നമ്മൾ ഏറ്റവും ഉത്സാഹിക്കേണ്ടവരാണെന്നല്ലേ. ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുവാൻ നമ്മുടെ എയിം അതല്ല, പക്ഷേ അതൊരു എഫക്റ്റ് ആണല്ലേ. ഒരു വ്യക്തി മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ, ഒരു വ്യക്തി സുവിശേഷം പറഞ്ഞ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അവിടെ സന്തോഷം ഉണ്ടാകുമെന്നുള്ളത് ഒരു വാസ്തവമായിട്ടിരിക്കുന്നല്ലേ. മൂന്നാമത്തെ ഉപമയെ പറ്റി പറയുന്നത് അതാണ്. നമ്മൾ ഒരുപാട് മെസ്സേജസ് വചനം കേട്ടിട്ടുള്ള ഉപമയല്ലേ, നഷ്ടപ്പെട്ട മകൻ്റെ ഉപമ. അത് മുഴുവൻ വായിക്കുന്നില്ല, അതിൻ്റെ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഒന്ന് പറയുന്നു. ആ ഒരു നഷ്ടപ്പെട്ട മകൻ്റെ ആ അപ്പൻ്റെ ഒരു മനസ്സ്, ആ മനസ്സെന്ന് പറയുന്നത് എന്താണെന്ന് അതിൻ്റെ 23-ാം വാക്യം വായിക്കാം. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറക്കുവിൻ, നാം തിന്ന് ആനന്ദിക്കുക. അവിടെ പിതാവ് പറയുന്നത് നാം തിന്ന് ആനന്ദിക്കുക. 24-ാം വാക്യം, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ആ പിതാവിൻ്റെ എന്തൊരു സന്തോഷമല്ലേ. അതിനു മുമ്പ് ആനന്ദിക്കാന്ന് പറഞ്ഞു. മരിച്ച മകനെ പറ്റിയുള്ള വിഷമമുള്ള ഒരു പിതാവ്. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞവർ ആനന്ദിച്ചു തുടങ്ങി. ആ പിതാവും ആനന്ദത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു വാക്യമല്ലേ. അത് കഴിഞ്ഞ് 32-ാം വാക്യം തൻ്റെ മൂത്ത മകനോട് പറയുന്നത് എന്താണ്? നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. മരിച്ചവനായ പുത്രൻ ജീവിച്ചപ്പോൾ, കാണാതെ പോയ പുത്രൻ കണ്ടുകിട്ടിയപ്പോൾ സന്തോഷിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്ന ഒരു പിതാവ്. ഈ പിതാവ് കാണിക്കുന്നത് നമ്മുടെ സ്വർഗീയ പിതാവിനെയാണല്ലേ. സ്വർഗം മാത്രമല്ല സന്തോഷിക്കുന്നത്, ദൂതന്മാർ മാത്രമല്ല സന്തോഷിക്കുന്നത്, സ്വർഗീയ പിതാവും തൻ്റെ മനുഷ്യർ, തൻ്റെ മക്കൾ കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ സ്വർഗീയ പിതാവിനും സന്തോഷമുണ്ട്. അതിൻ്റെ അർത്ഥം ആ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കുമ്പോൾ അത് ഗ്രീവ് ചെയ്യും. ഫാദറിനെ ഇറ്റ് ഗ്രീവ്സ് ഫാദർ. ദൈവത്തിന്, പിതാവിന് അത് വിഷമമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സന്തോഷമില്ലാത്ത അവസ്ഥ പിതാവിന് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന്, ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയോടെയുള്ള ഒരു സ്വർഗീയ പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കുമല്ലേ. ഈ ഉപമകൾ നമ്മളെ പഠിപ്പിക്കുന്ന അതാണല്ലേ. സ്വർഗം സന്തോഷിക്കുന്നു, ദൂതന്മാർ സന്തോഷിക്കുന്നു, അതിലെല്ലാം ഉപരി സ്വർഗത്തിൻ്റെ അധിപൻ, ദൂതന്മാരെ സൃഷ്ടിച്ച ദൈവം സന്തോഷിക്കുന്നു എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മുഖാന്തരവും ദൈവം സന്തോഷിക്കുകയാണോ, അതോ ദൈവത്തിന് നിരാശയുടെ സമയമാണ്? നമ്മൾ ചിന്തിക്കുമല്ലേ, മനുഷ്യരെ പോലെ ദൈവത്തിന് സന്തോഷവും നിരാശ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലല്ലേ. നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് നിരാശയും സന്തോഷവും ഉള്ളത്? ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് സന്തോഷവും നിരാശയും ദേഷ്യവും ഒക്കെ ഉള്ളത്. നേരെ തിരിച്ചല്ല. അതുപോലെ തന്നെ എന്നെ നഷ്ടമാകുമ്പോൾ ആ പിതാവിന് സങ്കടവും, ഞാൻ തിരിച്ചു വരുമ്പോൾ ആ പിതാവിന്, സ്വർഗീയ പിതാവിന് സന്തോഷമാണല്ലേ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവ മക്കളാക്കാനും അല്ലേ ദൈവത്തിന് ആഗ്രഹം. നമ്മളെ ചൈൽഡ് ഓഫ് ഗോഡ് ആക്കാനാണ് ദൈവത്തിന് ഏറ്റവും ആഗ്രഹമല്ലേ. അവൻ നമ്മുടെ ഫാദറാണല്ലേ, പിതാവ് നമ്മുടെ അപ്പനാണെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ. ഇതിലെല്ലാം ഈ 3 ഉപമയെ യേശുക്രിസ്തു ആരോടാ പറയുന്നത്? ശിഷ്യന്മാരോടാണോ? അല്ല. 3-ാമത്തെ വാക്യം, അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ആരോട്? പിറുപിറുത്ത പരീശന്മാരോടും ശാസ്ത്രിമാരോടും, ഹിപ്പോക്രൈറ്റ്സ് ആയ, കാപട്യം നിറഞ്ഞ ആൾക്കാരോടല്ലേ. പൊതുവേ നമുക്കൊരു ധാരണയുള്ളത് ദൈവത്തിന് ഇവന്മാരെ പറ്റി എപ്പോഴും ദേഷ്യം, വെള്ളം വെച്ച ചവക്കല്ലറ, എപ്പോൾ കണ്ടാലും
കർത്താവ് യേശുക്രിസ്തു ഇവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് നമ്മുടെ വിചാരമല്ലേ. പക്ഷേ ഇവരോടാണ് കർത്താവ് ഈ എഫേർട്ട് ഇട്ട് ഈ 3 ഉപമകൾ പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ആഗ്രഹം, കർത്താവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ദൈവത്തിൻ്റെ നഷ്ടപ്പെട്ട ആടുകളാണ്, നഷ്ടപ്പെട്ട ദ്രഹ്മയാണ്, നഷ്ടപ്പെട്ട പുത്രന്മാരല്ലേ. കർത്താവിൻ്റെ മനസ്സെന്ന് പറയുന്നത്, കർത്താവിൻ്റെ മനസ്സിന് ആനന്ദിക്കണം, സന്തോഷിക്കണം ഇവരുടെ രക്ഷ മുഖാന്തരം എന്നുള്ളതല്ലേ ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ സന്തോഷിച്ചിട്ടുണ്ടോ? നിക്കോദിമോസിനോട് കർത്താവ് ഈ രക്ഷയെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടല്ലേ. ആ മുഖാന്തരത്തിൽ കർത്താവിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിച്ചിട്ടുണ്ടാവും. ഈ ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കാപട്യം നിറഞ്ഞ, പാപം നിറഞ്ഞ നമ്മുടെ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരോരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ദൈവത്തെ ആനന്ദിപ്പിക്കണമെന്നല്ലേ. നിത്യ നരകത്തിൽ നിന്ന് മാറി സ്വർഗത്തിലേക്ക് വന്ന് ദൈവത്തെ ആനന്ദിപ്പിക്കുന്നവരാക്കി മാറണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പം ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, 1, കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ, പാപികളുമായിട്ട് ഇടപെട്ട് അവരെ കർത്താവിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ പിറുപിറുക്കരുത്. 2, നാം തന്നെ ആ ഒരു വേല ചെയ്യുവാൻ ഏറ്റവും ഉത്സാഹിക്കണം. അവിശ്വാസികളെ കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ, മാനസാന്തരം ആവശ്യമുള്ള വിശ്വാസികളെ കർത്താവിനോട് അടുപ്പിച്ച് എത്തിക്കുന്നവരാക്കി തീർക്കണം. അതുവഴി സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന, ദൂതന്മാരെ സന്തോഷിപ്പിക്കുന്ന, എല്ലാത്തിലും ഉപരി നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന കുഞ്ഞുങ്ങളാക്കി നമ്മളെ ദൈവം തീർക്കുവാൻ ഇടയാക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ.